ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അരുണിന്റെയും ദേവുവിന്റെയും വിവാഹത്തിന് സച്ചി എതിർക്കുന്നത് കൊണ്ട് അരുൺ ആവശ്യപ്പെട്ടത് പ്രകാരം സച്ചി അറിയാതെ അരുണിന്റെയും ദേവുവിന്റെയും രജിസ്റ്റർ മാരേജ് നടത്തി കൊടുക്കുകയാണ് രേവതി. തുടർന്ന് ദേവുവിന്റെ വിഷമം മനസ്സിലാക്കിയ സച്ചി അരുണുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നു. വിവാഹ മണ്ഡപത്തിൽ വെച്ച് സച്ചി അറിയുകയാണ് രേവതി അവരുടെ രജിസ്റ്റർ മാരേജ് നടത്തി കൊടുത്തെന്ന്. തന്റെ ഭാര്യയും അനിയത്തിയും കൂടി ചേർന്ന് ചതിച്ചു എന്ന് പറഞ്ഞ് തകർന്ന മനസ്സുമായി വിവാഹ മണ്ഡപത്തിൽ നിന്നും ബാറിലേക്ക് വരികയാണ് സച്ചി. ശേഷം സച്ചി ഇല്ലാതെ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. സച്ചി ബാറിലുണ്ടെന്നറിഞ്ഞ രേവതിയും ദേവും സച്ചിയെ കാണാനായി ബാറിലേക്ക് വരികയും കരഞ്ഞ് അപേക്ഷിക്കുകയും മാപ്പു പറയുകയുമാണ്. സച്ചിയേട്ടന്റെ അനുഗ്രഹത്തോടു കൂടി വേണം ഈ വിവാഹം നടക്കാനെന്ന് ദേവു പറയുമ്പോൾ എന്റെ ആവശ്യമില്ല അവിടെ എന്ന് പറഞ്ഞ് സച്ചി അവിടെ തന്നെ ഇരിക്കുകയാണ്. സച്ചിയേട്ടനെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞ് രേവതിയും ദേവുവും അരികിലേക്ക് ഇരിക്കുന്നു. ദേവുവിനെ മണ്ഡപത്തിൽ കാണാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അരുൺ. മണ്ഡപത്തിൽ എല്ലാവരും വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. സുധി ചന്ദ്രമതിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അമ്മേ ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്ക് പോകാം. ഇത് കേട്ട് രവീന്ദ്രൻ ചോദിക്കുന്നു, നീ നിന്റെ അമ്മയെ പോലെ ചിന്തിക്കത്തുള്ളൂ, നല്ല രീതിയിൽ നിനക്ക് ചിന്തിക്കാൻ കഴിയില്ലേ? അപ്പൊ ചന്ദ്രമതി ചോദിക്കാണ്, ഇവനെ എന്തിനാ വഴക്ക് പറയുന്നത്? സച്ചി ഇറങ്ങിപ്പോയി, പിന്നാലെ രേവതിയും പോയി, കല്യാണ പെണ്ണും ഇവിടെ ഇല്ല, പിന്നെന്തിനാ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ രവീന്ദ്രൻ പറയുകയാണ്, ഈ സമയത്ത് വേണം രേവതിയുടെ കുടുംബത്തിന് ഒരു തുണയായി നമ്മൾ കൂടെ നിൽക്കേണ്ടത്, എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം. തുടർന്ന് അരുണിന്റെ സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് വരികയാണ്. അരുണും അമ്മയും സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയും അരുൺ കുറച്ചങ്ങോട്ടേക്ക് മാറി ടെൻഷനോട് കൂടി നിൽക്കുകയുമാണ്. അമ്മ, എന്നെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാ. ഇപ്പതേ ഇവരെല്ലാവരും വന്നു, ഇൻസ്പെക്ടറും വന്നു, ഇനി ഈ കല്യാണം നടക്കുമെന്ന് അറിയില്ല, എല്ലാവരുടെയും മുന്നിൽ എന്റെ മാനം പോവോ? ഇത് കേട്ട അമ്മ പറയുന്നു, നീ വിഷമിക്കാതെടാ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നീ വാ നമുക്ക് പോകാം. തുടർന്ന് കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുകയാണ് ലക്ഷ്മി. തൊട്ടരികിൽ ശരത്തുമുണ്ട്. അവിടേക്ക് വന്ന അരുണിന്റെ അമ്മ ചോദിക്കുന്നു, ദേവു വന്നോ? ഇതുവരെ വന്നില്ല എന്ന് ശരത്ത് പറയുമ്പോൾ അരുൺ ചോദിക്കുന്നു, ഫോൺ വിളിച്ചു നോക്കിയോ? അപ്പൊ ശരത്ത് പറയുകയാണ്, ഫോൺ വിളിച്ചു നോക്കി, എടുക്കുന്നില്ല. അരുണിന്റെ അമ്മ ചോദിക്കുന്നു, എന്താ ലക്ഷ്മി ഇത്? സച്ചി ഇറങ്ങിപ്പോയി, രേവതിയും പിന്നാലെ പോയി, ദേവുവിനെ എന്തിനാ രേവതിയുടെ കൂടെ പറഞ്ഞു വിട്ടെ? അപ്പൊ ലക്ഷ്മി പറയണ, വേറെ എന്ത് ചെയ്യാനാ, സച്ചി വന്നാലേ ഈ കല്യാണം നടക്കൂ. എന്റെ മക്കള് അത് കേട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ അരുൺ പറയണേ, എന്താ ഇത്, സച്ചി ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യുകയാണോ? എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്, എത്ര നേരം അവര് കാത്തു നിൽക്കുക? അപ്പൊ ലക്ഷ്മി പറയണ, ഇതൊക്കെ നേരത്തെ ചിന്തിക്കണമായിരുന്നു, നിങ്ങൾ ചെയ്ത തെറ്റ് കാരണമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ സമയം അവിടേക്ക് വന്ന രവീന്ദ്രൻ ചോദിക്കുന്നു, എന്തായി, ഇതുവരെ ദേവു വന്നില്ലേ? അപ്പൊ ശരത്ത് പറയണ, ഇതുവരെ വന്നില്ല, എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അരുണിന്റെ അമ്മ പറയുന്നു, എന്റെ മകന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും വന്നിട്ടുണ്ട്, നിങ്ങളുടെ മകനോട് ഒന്ന് വരാൻ പറയൂ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നാണക്കേടാ, വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ രവീന്ദ്രൻ പറയണ, ഞാനും ഫോൺ വിളിച്ചു നോക്കി, അവൻ എടുത്തില്ല, ശരി ഒന്നുകൂടി ഞാൻ വിളിച്ചു നോക്കാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി രവീന്ദ്രൻ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സച്ചി ഫോൺ എടുക്കുന്നില്ല. ചന്ദ്രമതിയും മറ്റെല്ലാവരും അരികിലേക്ക് വരുമ്പോൾ അരുണും അമ്മയും ലക്ഷ്മിയും ശരത്തുമെല്ലാം അവിടേക്ക് വരികയാണ്. അവ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ അരുൺ പറയുകയാണ്, അങ്കിളുടെ മകൻ വന്നില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ദേവും പോയിരിക്കുന്നു. ദേവ് എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവരോടും എന്ത് മറുപടിയാ പറയുക? ഇത് കേട്ട് ചന്ദ്രമതി പറയുന്നു, ഇനി എന്ത് പറയാനാ, ആരും അറിയാതെ കല്യാണം കഴിച്ചല്ലേ നിങ്ങള്, കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല, എല്ലാവരോടും പോകാൻ പറയുന്ന നല്ലത്. അപ്പൊ വർഷ പറയുകയാണ്, രേവതി ചേച്ചി പോയിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ടും സച്ചിയേട്ടനെ കൂട്ടിക്കൊണ്ടുവരും. അരുണിന്റെ സുഹൃത്ത് അരികിലേക്ക് വന്ന് ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞ് കുറച്ചങ്ങോട്ടേക്ക് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. DGP ധൃതി പിടിക്കുന്നു, എപ്പ താലികെട്ട് നടക്കുമെന്നൊക്കെയാ ചോദിക്കുന്നത്. അരികിലേക്ക് വന്ന ലക്ഷ്മിയോട് അരുൺ ചോദിക്കാണ്, കേട്ടില്ലേ ആന്റി, ഇപ്പൊ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? ദേവു എന്നോട് പറയാതെയല്ലേ പോയത്, എല്ലാവരും ആ സച്ചിയുടെ വാക്കിനാണ് വില കൊടുക്കുന്നത്, എനിക്കാരും ഒരു വിലയും തരുന്നില്ല. ഇത് കേട്ട് ശ്രീകാന്ത് ചോദിക്കണ, അരുൺ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, കുറച്ചു നേരം മുമ്പെങ്കിലും സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ. അപ്പൊ അരുൺ പറയണ, ശരി അത് തെറ്റ് തന്നെയാണ്, അത് പറയേണ്ട സമയം ഇതാണോ? കല്യാണം എന്ന് പറഞ്ഞ നാട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് കല്യാണം നടക്കുന്നില്ല, എനിക്കിത് നാണക്കേടല്ലേ? ഇനി ഈ കല്യാണം നടക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. ദേവു ഒരു തീരുമാനം എടുത്ത് പോയതല്ലേ, ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അമ്മ, കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. രവീന്ദ്രൻ ചോദിക്കുന്നു, അരുൺ ഇത് എങ്ങോട്ടേ പോകുന്നേ? അപ്പൊ അരുൺ പറയണ, പിന്നെന്താ ചെയ്യേണ്ടത്, വന്നവരോട് ക്ഷമ പറഞ്ഞ് ഈ കല്യാണം നടക്കില്ല എന്ന് പറയാം. രവീന്ദ്രൻ ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? കല്യാണം കഴിക്കുന്ന കാര്യത്തിലും ധൃതി പിടിച്ചു, മുതിർന്നവരോട് പറയാതെ കല്യാണം നടത്തി, അന്ന് കുറച്ച് സമാധാനത്തോടു കൂടി ഇരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ദേവു ഇപ്പൊ തന്നെ നിന്റെ ഭാര്യയാണ്, അവളെ പാതിയിൽ വെച്ച് ഒഴിവാക്കി പോകുന്നത് പോലെ കല്യാണം ക്യാൻസൽ ചെയ്തു പോവുകയാണോ? ഇതൊക്കെ കുറിച്ച് കൂടുതലാണ്. ദേവുവിന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ? മൂത്ത മകളുടെ കല്യാണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ അമ്മ നടത്തിയത്. ഈ കല്യാണമെങ്കിലും സമാധാനത്തോടു കൂടി നടത്താമെന്ന് വിചാരിച്ചു, ഇപ്പോഴും തന്റെ മകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതി പറയണ, പെൺകുട്ടികളെ ഇങ്ങനെ വളർത്തി വെച്ചാൽ വേറെന്താ ചെയ്യുക, രണ്ടുപേരും കൂടെ ചേർന്നല്ലേ ചതിച്ചേ? ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നു, അമ്മ കുറച്ചേരം ഒന്ന് മിണ്ടാ നിൽക്ക്. രവീന്ദ്രൻ പറയുന്നു, അരുണിന്റെ അമ്മയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മകൻ ചെയ്തതാണ് തെറ്റ്, നിങ്ങൾക്കൊരു മകനായത്
ആയതുകൊണ്ടാ അത് തെറ്റായിട്ട് തോന്നാത്തത്. മകളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയേനെ? ദേ നോക്ക് അരുൺ, ദേവു നിന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചതാ. അവസാനം വരെ നീ അവളുടെ കൂടെ ഉണ്ടാകണം. ഇങ്ങനെ പാതി വഴിയിൽ പോകാൻ പാടില്ല. അപ്പൊ അരുൺ പറയുന്നു, ഇല്ല സർ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അവൾ എന്റെ ലൈഫിൽ എന്നും ഉണ്ടാകണമെന്ന് കരുതി തന്നെയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അങ്ങനെ അവളെ വിട്ടു പോകാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. തുടർന്ന് മദ്യപിച്ച് ലക്കുകെട്ട സച്ചിയെയും കൂട്ടി വിവാഹ മണ്ഡപത്തിലേക്ക് വരികയാണ് രേവതിയും ദേവുവും സച്ചിയുടെ സുഹൃത്തും. എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നു. സച്ചി ചോദിക്കുന്നു, എടാ ഇവിടെന്താ ഈ ബാറിൽ ഫ്ലെക്സ് ഒക്കെ വെച്ചിരിക്കുന്നത്? അപ്പൊ സുഹൃത്ത് പറയണ, എടാ എല്ലാവരും നോക്കുന്നുണ്ട്, നാണം കെടുത്തല്ലേ. രവീന്ദ്രൻ ദേഷ്യത്തോടു കൂടി സച്ചിയെ നോക്കുകയാണ്. രവീന്ദ്രൻ ദേവുവിനോട് അരുണിന്റെ അരികിലേക്ക് പോകാനായി കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ ദേവു അരുണിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അരുൺ ചോദിക്കുന്നു, എന്താ ദേവു ഇത്? ഒരു വാക്ക് പോലും പറയാതെ ഇവിടുന്ന് പോയത് എന്തിനാ? അപ്പൊ ശ്രീകാന്ത് പറയുന്നു, അരുൺ ദേവു വന്നല്ലോ, ബാക്കി പിന്നെ സംസാരിക്കാം. ഇത് കേട്ട് അരുണിന്റെ അമ്മ പറയുകയാണ്, അതെ അരുൺ, മുഹൂർത്തത്തിന് സമയമായി. രവീന്ദ്രന്റെ അരികിലേക്ക് വന്ന സുധി ചോദിക്കുന്നു, എന്താ അച്ഛാ അത്? ഇവനെ ഇങ്ങനെയാണോ കൊണ്ടുവന്നേ? അപ്പൊ രവീന്ദ്രൻ പറയണ, നീ പോയി നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. ഇത് കേട്ട് സുധി അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നു, അരുൺ മണ്ഡപത്തിൽ പോയിരിക്കെ. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? മുഹൂർത്തത്തിന് സമയമായില്ലേ? ഇവരെ കൂട്ടിക്കൊണ്ടുപോ. വാ അരുൺ എന്ന് പറഞ്ഞു അമ്മ അരുണിനെയും സീതയെയും കൂട്ടിക്കൊണ്ട് കതിർ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. സച്ചിയുടെ അരികിലേക്ക് വന്ന ലക്ഷ്മി പറയുന്നു, മോനെ സച്ചി, രേവതി ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ പറയാം. രേവതി ചെയ്തത് വലിയ തെറ്റാ. ശരത്തും വിഷമത്തോടു കൂടി സച്ചിയുടെ അരികിലേക്ക് വരുമ്പോൾ രവീന്ദ്രൻ പറയുന്നു, ലക്ഷ്മി ആദ്യം കല്യാണം നടക്കട്ടെ, സച്ചിയോട് ഞാൻ സംസാരിച്ചോളാം. ഇത് കേട്ട് ലക്ഷ്മിയും കതിർ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. വീഴാനായി തുടങ്ങുന്ന സച്ചിയെ താങ്ങി പിടിക്കുകയാണ് ശരത്തും സച്ചിയുടെ സുഹൃത്തും. കതിർ മണ്ഡപത്തിലേക്ക് കയറി കൈകൂപ്പുകയാണ് ദേവുവും അരുണും. സച്ചിയേട്ടനും വന്ന ശരത്ത് പറയുമ്പോൾ സച്ചി പറയണ, അയ്യോ ഞാൻ എന്തിനാ വരുന്നത്, നീ പോ. സച്ചിയുടെ സുഹൃത്ത് പറയുന്നു, ശരത്തെ നീ കതിർ മണ്ഡപത്തിലേക്ക് പോയിക്കോ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഇത് കേട്ട് ശരത്ത് അവിടെ വന്ന് പോകുമ്പോൾ സച്ചി വാന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടി സുഹൃത്തും മുന്നോട്ട് നടന്നു വരികയാണ്. ചന്ദ്രമതിയും സുധിയും ശ്രീകാന്തും വർഷയും രവീന്ദ്രനുമെല്ലാം സച്ചിയെ ശ്രദ്ധിക്കുന്നു. അവിടെ വന്നിരിക്കുന്ന പോലീസുകാരും സച്ചിയെ നോക്കുകയാണ്. ഒരാള് പറയുന്നു, കല്യാണത്തിന് ഇങ്ങനെ കുടിച്ചിട്ട് വരുമോ? ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഇങ്ങനെ കള്ളു കുടിച്ചിട്ടാണോ വരേണ്ടത്? ദേവു വിഷമത്തോടു കൂടി സച്ചിയെ നോക്കുമ്പോൾ അരുൺ പുഞ്ചിരിച്ച് ദേവുവിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ദേവുവും പുഞ്ചിരിച്ച് അരുണിനെ നോക്കുന്നു. സച്ചി ഒരു തൂണിൽ ചാരി നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന ലക്ഷ്മി പറയുന്നു, മോളെ രേവതി, സച്ചിയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവാ. അപ്പൊ രേവതി പറയണ, അമ്മേ സച്ചിയേട്ടൻ വന്നില്ലേ, എല്ലാം ശരിയാകും, ഇപ്പൊ അമ്മ ചെല്ല. അങ്ങനെ രേവതി സച്ചിയെ ഒന്ന് നോക്കിയിട്ട് അമ്മയും കൂട്ടി ദേവുവിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. വിവാഹത്തിന്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ രേവതിയും ലക്ഷ്മിയും ദേവുവും എല്ലാം സച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട്. രേവതിയുടെ അരികിലേക്ക് വന്ന ചന്ദ്രമതി പറയണ, നീ ഭയങ്കരി തന്നെ, ആരും അറിയാതെ ഇത്രയൊക്കെ ചെയ്തല്ലോ. ഏത് കേട്ട് രവീന്ദ്രൻ പറയുന്നു, ചന്ദ്രേ നീ ഒന്ന് മിണ്ടാതിരിക്കുക. പൂക്കളുമായി സച്ചിയുടെ അരികിലേക്ക് വന്ന രേവതി പറയുന്നു, സച്ചിയേട്ടാ ഇതെടുക്ക്. ഇതെന്തിനാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി പറയണ, താലി കെട്ടുമ്പോൾ അനുഗ്രഹിക്കാനായി പൂക്കൾ വേണ്ടേ? ഇത് കേട്ട് സച്ചി ചോദിക്കണ, ഞാൻ ഇനി എന്തിനാ അവരെ അനുഗ്രഹിക്കുന്നത്? അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, എന്റെ അനുഗ്രഹം അവർക്കെന്തിനാ? സച്ചിയുടെ സുഹൃത്ത് പൂക്കളെടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് രേവതിയോട് മണ്ഡപത്തിലേക്ക് പോകാനായി പറയുകയാണ്. ചന്ദ്രമതി പറയണ, കണ്ടില്ലേ, ഇവനൊരു കാരണം കിട്ടിയാ മതി കുടിച്ചിട്ട് വരാൻ. ഓടി ഓടി നിൽക്കുന്നത് കണ്ടില്ലേ? ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് നാലുകാലിലാ വന്നത്. തുടർന്ന് തിരുമേനി താലി എടുത്ത് അരുണിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സച്ചിയുടെ സുഹൃത്ത് പറയുന്നു, എടാ താലി കെട്ടാൻ പോവുകയാണ്, പൂക്കൾ ഇടണേ. അരുൺ ദേവുവിന്റെ കഴുത്തിലേക്ക് താലി കെട്ടുമ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി അവരെ അനുഗ്രഹിച്ച് പൂക്കൾ ഇടുകയാണ്. സച്ചിയും പൂക്കളിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. രേവതി സച്ചിയെ നോക്കുന്നുണ്ട്. അവർ പരസ്പരം ഹാരമണിയിക്കുകയും അരുൺ കുങ്കുമം എടുത്ത് ദേവുവിന്റെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുകയുമാണ്. ചന്ദ്രമതി പറയുന്നു, കണ്ടില്ലേ നിങ്ങളുടെ മകൻ ഓടി ഓടി നിൽക്കുന്നത്, എന്തിനാ ഇനി നാണകട നിൽക്കുന്നത്? കല്യാണം കഴിഞ്ഞില്ലേ, നമുക്ക് പോകാം. അരുണിന്റെ അമ്മയുടെയും ലക്ഷ്മിയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് അരുണും ദേവുവും. ലക്ഷ്മി പറയുന്നു, ചേട്ടാ വന്ന് അനുഗ്രഹിക്ക്. ചന്ദ്രേ വാന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രമതിയെയും കൂട്ടി അവരുടെ അരികിലേക്ക് പോവുകയാണ്. ചന്ദ്രമതിയുടെയും രവീന്ദ്രന്റെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ദേവുവും അരുണും. രവീന്ദ്രൻ പറയുന്നു, നന്നായി വരട്ടെ അരുൺ, ദേവു നല്ല പെൺകുട്ടിയാണ്, ഇവിടെ നടന്നതൊന്നും മനസ്സിൽ വെക്കരുത്, അവളെ നന്നായി നോക്കണം, രണ്ടുപേർക്കും നല്ലത് വരട്ടെ. വർഷയും ശ്രീകാന്തും അവർക്ക് കൈകൊടുത്ത് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. സച്ചിയുടെ അരികിലേക്ക് വന്ന രവീന്ദ്രൻ പറയുന്നു, സച്ചി നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞു, ഇനിയും നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, മറ്റുള്ളവരുടെ സന്തോഷം നമ്മൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. ചന്ദ്രമതി ചോദിക്കുന്നു, നമ്മൾ പോവല്ലേ, നിനക്ക് ധൃതിയല്ലേ, വാ പോകാന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രമതിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ ശ്രീകാന്തും വർഷയും സുധിയും ശ്രുതിയും എല്ലാം പോവുകയാണ്. മുന്നോട്ടേക്ക് നടക്കുന്ന സച്ചി താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് ഞെട്ടി എല്ലാവരും സച്ചിയെ നോക്കുമ്പോൾ സാരമില്ല എന്ന് പറയുകയാണ് സച്ചി. സുഹൃത്ത് സച്ചിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ഒരാൾ പറയുന്നു, എന്താണെങ്കിലും കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ, എന്ത് മനുഷ്യനാ, കള്ളു കുടിച്ചിട്ട് വന്നിരിക്കുന്നു. ലക്ഷ്മി പറയുന്നു, രേവതി പോയി സച്ചിയെ കൂട്ടിക്കൊണ്ടുവാ. സച്ചിയുടെ അരികിലേക്ക് വന്ന് രേവതി പറയുന്നു, സച്ചിയുടെ വാ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു. രേവതിയുടെ കൈ തട്ടി മാറ്റി സച്ചി പറയണ, അവിടെ വന്ന് നീ വിളിച്ചത് കൊണ്ടല്ല ഞാൻ വന്നത്, നിന്റെ അനിയത്തി കരഞ്ഞതുകൊണ്ടാ, ഞാൻ കാരണം അവള് കരയാൻ പാടില്ല, അതുകൊണ്ടാ ഞാൻ വന്നേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, രണ്ടാം കല്യാണം നന്നായിരുന്നു, നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നാ മതി, ഞാൻ പോവാ. സച്ചിയേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്ന രേവതി പറയുമ്പോൾ സച്ചി ചോദിക്കാണ്, രജിസ്റ്റർ മാരേജ് നടന്നപ്പോൾ നീ എന്നെ വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ, നിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ്,
ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ, ഞാൻ പോവാ. രേവതി സച്ചിയേട്ടാന്ന് വിളിക്കുമ്പോൾ സച്ചി പറയണേ, ഞാൻ ഇനി നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ തലയിടില്ല. നിന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോലും ഞാൻ വരില്ല. നീയും എന്റെ വീട്ടിലേക്ക് വന്നേക്കരുത്. സച്ചിയേട്ടൻ എന്തീ പറയുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ വിരൽ ചൂണ്ടി സച്ചി പറയാണ്, വീട്ടിലേക്ക് വരരുതെന്നാ പറഞ്ഞേ. വന്നാലെന്ന് പറഞ്ഞ് രേവതിക്ക് താക്കീത് കൊടുത്ത് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും സച്ചിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സച്ചിയുടെ സുഹൃത്തും പിന്നാലെ പോകുന്നു. രേവതി കണ്ണു നിറഞ്ഞ് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്